പ്രിയപ്പെട്ടവരെ, ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് എവിടെ വരെ എത്തിയെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് അറബിക്കടലിലോട്ട് പോയി. പക്ഷേ ഇതിന്റെ സ്വാധീനത്തിൽ വടക്കൻ കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയാണ്. മലപ്പുറം, ആലപ്പുഴ, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മലയോര തീരമേഖലയിൽ ജാഗ്രത തുടരുന്നുണ്ട്. കോഴിക്കോടും മലപ്പുറത്തും രാത്രി നല്ല മഴയായിരുന്നു. ഇപ്പോഴും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ശബരിമലയിൽ നിലവിൽ മഴയില്ല, എങ്കിലും അയ്യപ്പ ഭക്തർ ജാഗ്രത പാലിക്കണം എന്നാണ് അറിയിപ്പ്. സുനുഷ അയലൂരും മുബഷിർ അക്ബറും അർജുൻ മട്ടന്നൂരും നമുക്കൊപ്പം ചേരുന്നു മഴ വിവരങ്ങളുമായി. സുനുഷ അയലൂർ നമ്മളുടെ മഴ മാപിനിയാണ്. സുനിഷ, ഗുഡ് മോർണിംഗ്. സുനിഷ, തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥ? പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. കേരളത്തിൽ എന്താണ് അവസ്ഥയെ നോക്കൂ. മലപ്പുറത്ത് ഒരാൾ കുടയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്, നമ്മുടെ മുബഷിർ. സന്നിധാനം പൊതുവെ ഇന്നിപ്പോൾ നല്ല വെയിൽ കാണുന്നു, തെളിഞ്ഞ അന്തരീക്ഷമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. സുനിഷ, പറയൂ, ഇന്നത്തെ മഴ സാധ്യതകൾ. അരുൺ, തിരുവനന്തപുരത്ത് ഇന്നും മഴ മുന്നറിയിപ്പില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തെളിഞ്ഞ കാലാവസ്ഥയാണ് രാവിലെ മുതൽ. പക്ഷേ വടക്കൻ കേരളത്തിൽ അതുപോലെയല്ല, ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് മുന്നറിയിപ്പായി കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. പ്രധാനമായും ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് അതിൻ്റെ സഞ്ചാരം അറബിക്കടലിലേക്ക് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ സഞ്ചാരപാത അത് വടക്കൻ കേരളത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. ഒപ്പം തന്നെ വയനാട് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. അടുത്ത അലേർട്ട് മുന്നറിയിപ്പിലെ പുതുക്കിയ മുന്നറിയിപ്പുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഏതൊക്കെ ജില്ലകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിശക്തമായതോ അതിതീവ്രമായ മഴയ്ക്കോ സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ വ്യക്തമാകുമെന്നുള്ളതാണ്. ഏതായാലും നിലവിലെ പ്രകാരം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. വയനാട് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ മഴയ്ക്കൊപ്പം തന്നെ ഈ അറബിക്കടലിലേക്ക് ഈ ന്യൂനമർദ്ദം, അതായത് ഈ ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിരിക്കുകയാണ്. ഇത് അറബിക്കടലിൽ എത്തുന്നൊരു പശ്ചാത്തലത്തിൽ തീരദേശത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് നൽകുന്നത്. കാരണം ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബീച്ചിൽ ഇറങ്ങുന്നതടക്കം, കോഴിക്കോടടക്കം ബീച്ചിൽ ഇറങ്ങുന്നതിന് വിലക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ഒപ്പം മലയോര മേഖലയിലാണ് അതീവ ജാഗ്രത പാലിക്കേണ്ട മറ്റൊരു ഭാഗം. കാരണം ഈ ഉരുൾപൊട്ടൽ പോലുള്ള സാധ്യതകൾ പരിഗണിച്ചുകൊണ്ട്, മിന്നൽ പ്രളയം പോലുള്ള സാധ്യതകൾ പരിഗണിച്ചുകൊണ്ട് ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ 4 ജില്ലകളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് മലപ്പുറം, കാസർഗോഡ്, തൃശൂർ, ആലപ്പുഴ ജില്ലകളിലാണ് ഇന്ന് അവധിയുള്ളത്. കോട്ടയത്തെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന 3 സ്കൂളുകൾക്കും അവധിയുണ്ട്. 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ കോട്ടയത്ത് തുറന്നിട്ടുമുള്ളത്. ഏതായാലും ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് അറബിക്കടലിലേക്ക് എത്തുമ്പോൾ മഴ ശക്തമാകും. പക്ഷേ അതിനെ നേരിടാനുള്ള സുസജ്ജമായിരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ സർക്കാർ അറിയിച്ചതാണ്. ഒപ്പം ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ഏതായാലും ജനങ്ങൾക്ക് നൽകുന്നുമുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു സുനിഷ. തുടരുക. നമുക്കിപ്പോൾ മുബഷിർ അക്ബറും അർജുൻ മട്ടന്നൂരും ഉണ്ട്. മുബഷിർ